എല്ലാവർക്കും നമസ്കാരം. ലീഗൽ എക്സ്പേർട്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളെ കുറിച്ചും കേരളത്തിലെ തടാകങ്ങളെ കുറിച്ചുമാണ്. അതുകൂടാതെ തന്നെ നദികളുടെയും അവയുടെ നിക്നെയിംസിനെ കുറിച്ചുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിലൊരു സംശയവുമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇന്ത്യൻ ജോഗ്രഫിയാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ തുടങ്ങി വെക്കുന്നത്. GK ഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ ഒന്നാണ് ഇന്ത്യൻ ജോഗ്രഫി എന്നുള്ളത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഭാഗത്ത് നിന്ന് കുറച്ചധികം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. 4 വർഷം മാത്രം ഏകദേശം 6ഓളം ചോദ്യങ്ങള് GK ഭാഗത്ത് ഈ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ആ ചോദ്യങ്ങളൊന്ന് പരിശോധിച്ച് നോക്കാം. അപ്പൊ നമുക്ക് കൃത്യമായി പാറ്റേൺ കിട്ടും. ഏതൊക്കെ ഭാഗത്ത് നിന്നാണ് ചോദ്യങ്ങൾ ചോദിച്ചു വരുന്നത്, ഏതൊക്കെ ഭാഗമാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരറിവ് അല്ലെങ്കിൽ ഒരു ബോധ്യം നമുക്ക് കിട്ടും. അതിന്റെ ബേസിസിലാണ് നമ്മൾ പഠനങ്ങളെ ചിട്ടപ്പെടുത്തുന്നത്, നമ്മുടെ പഠന രീതികളും ചിട്ടപ്പെടുത്തേണ്ടത്. അപ്പൊ 2020 ചോദ്യപേപ്പറിൽ ഈ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യവും ചോദിച്ചിട്ടില്ല. 2019 ക്ലീയില് ഒരു ചോദ്യം ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന്. റിവേഴ്സ് ആൻഡ് ലേക്സിന് പുറമെയാണ് കേട്ടോ ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. 2019 ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് മൗണ്ട് അബു ഈസ് സിറ്റുവേറ്റഡ് ഇൻ. മൗണ്ട് അബു എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മധ്യപ്രദേശ്, ഓപ്ഷൻ ബി പഞ്ചാബ്, ഓപ്ഷൻ സി രാജസ്ഥാൻ, ഓപ്ഷൻ ഡി കർണാടക. മൗണ്ട് അബു ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി രാജസ്ഥാനാണ്. 2019 ചോദ്യമാണ് ഇത്. മൗണ്ട് അബു ഏത് സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2018 ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് ചോദ്യം ഉണ്ടായിട്ടില്ല, പക്ഷെ റിവേഴ്സിൽ നിന്ന് ചോദ്യം ഉണ്ടായിട്ടുണ്ട്. 2017 ഒരു ചോദ്യം ഇന്ത്യൻ ജോഗ്രഫി ഭാഗത്ത് നിന്ന് ക്ലീയില് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ദ ഹൈയസ്റ്റ് മൗണ്ടൻ പീക്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഹൈയസ്റ്റ് മൗണ്ടൻ പീക്ക് ഏതാണ് എന്നുള്ളതാണ് ആ ചോദ്യം. ഹൈയസ്റ്റ് മൗണ്ടൻ പീക്ക് ഇൻ ഇന്ത്യ. എ മൗണ്ട് എവറസ്റ്റ്, ബി നന്ദാദേവി, സി കാഞ്ചൻജംഗ, ഡി കാമറ്റ്. ഇങ്ങനെ 4 ഓപ്ഷനാണ് നൽകിയിട്ടുള്ളത്. ഓപ്ഷൻ എ മൗണ്ട് എവറസ്റ്റ്, ബി നന്ദാദേവി, സി കാഞ്ചൻജംഗ, ഡി കാമറ്റ്. ഹൈയസ്റ്റ് മൗണ്ടൻ പീക്ക് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഓപ്ഷൻ സി കാഞ്ചൻജംഗയാണ്. ഹൈയസ്റ്റ് മൗണ്ടൻ പീക്ക് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഓപ്ഷൻ സി കാഞ്ചൻജംഗയാണ്. 2016 4 ചോദ്യങ്ങളാണ് ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. 2016
4 ചോദ്യങ്ങള് ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഹയസ്റ്റ് പീക്ക് ഇൻ വെസ്റ്റേൺ ഗാട്സ് ഈസ്. വെസ്റ്റേൺ ഗാട്സിൽ സ്ഥിതി ചെയ്യുന്ന, പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പീക്ക് ഏതാണ്? ഹയസ്റ്റ് പീക്ക് ഇൻ വെസ്റ്റേൺ ഗാട്ട്. വെസ്റ്റേൺ ഗാട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഹയസ്റ്റ് പീക്ക് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ആനമുടി ഇൻ ദ ആനമല ഹിൽസ് കേരള. ബി കൊടൈക്കനാൽ ഇൻ തമിഴ്നാടു. സി ദോഡാബെട്ട ഇൻ തമിഴ്നാടു. ഡി ചെമ്പ്ര പീക്ക് ഇൻ കേരള. ഇങ്ങനെ 4 ഓപ്ഷനാണ് നൽകിയിരുന്നത്. ഹയസ്റ്റ് പീക്ക് ഇൻ വെസ്റ്റേൺ ഗാട്സ് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ ആനമുടി ഇൻ ദ ആനമല ഹിൽസ് കേരള. കൊടൈക്കനാൽ ഇൻ തമിഴ്നാടു. ദോഡാബെട്ട ഇൻ തമിഴ്നാടു. ചെമ്പ്ര പീക്ക് ഇൻ കേരള. ഇങ്ങനെ 4 ഓപ്ഷനാണ് 2016 ക്ലീ ചോദ്യം പരീക്ഷയിൽ ചോദിച്ചത്. ഇതിന് ശരിയായ ഉത്തരം ആനമുടി ഇൻ ദ ആനമല ഹിൽസ് കേരള. ആനമല ഹിൽസിൽ സ്ഥിതി ചെയ്യുന്ന ആനമുടി പീക്കാണ് വെസ്റ്റേൺ ഗാറ്റ്സിലെ ഏറ്റവും വലിയ പീക്ക്. അടുത്ത ചോദ്യം സോയിലിൽ നിന്നാണ്. ഇന്ത്യൻ ജോഗ്രഫിയിൽ ഉൾപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സോയിൽസ് ഇൻ ഇന്ത്യ ആൻഡ് സോയിൽസ് ഇൻ കേരള. അതിലെ സോയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ബ്ലാക്ക് സോയിൽ ഈസ് മോസ്റ്റ് ഐഡിയൽ ഫോർ ഗ്രോവിംഗ്. കറുത്ത മണ്ണ് ഏത് വിളക്കാണ് ഏറ്റവും അനുയോജ്യം എന്നുള്ളതാണ് ചോദ്യം. കറുത്ത മണ്ണ് ഏത് വിളക്കാണ് ഏറ്റവും അനുയോജ്യം? ബ്ലാക്ക് സോയിൽ ഈസ് മോസ്റ്റ് ഐഡിയൽ ഫോർ ഗ്രോവിംഗ്. ബ്ലാക്ക് സോയിൽ ഈസ് മോസ്റ്റ് ഐഡിയൽ ഫോർ ഗ്രോവിംഗ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കോട്ടൺ. ബി പാടി. സി ഷുഗർ കെയിൻ. ഡി വീറ്റ്. ഇങ്ങനെ 4 ഓപ്ഷനാണ് നൽകിയിട്ടുള്ളത്. എ കോട്ടൺ. ബി പാടി. സി ഷുഗർ കെയിൻ. ഡി വീറ്റ്. ഇതിലെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ കോട്ടൺ ആണ്. ഓപ്ഷൻ എ കോട്ടൺ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 2016 തന്നെ അടുത്ത ചോദ്യമാണ്. ശ്രദ്ധിക്കുക, 4 ചോദ്യങ്ങളാണ് 2016 ചോദിച്ചിട്ടുള്ളത്. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ത്യൻ ജോഗ്രഫി ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. ഇൻ സം മൗണ്ടൻസ്, 5ാമത്തെ ചോദ്യം. 2016 3ാമത്തെ ചോദ്യം. In some mountains, there are permanently frozen rivers of ice. They are called as. ഒന്നുകൂടി വായിക്കാം. In some mountains, there are permanently frozen rivers of ice. They are called as എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ glaciers. B slopes. C plateaus. D plains. അങ്ങനെ 4 ഓപ്ഷനാണ് നൽകിയിട്ടുള്ളത്. ഓപ്ഷൻ എ glaciers. ഓപ്ഷൻ ബി slopes. സി plateaus. ഡി plains. ഇങ്ങനെ 4 ഓപ്ഷനാണ് നൽകിയിട്ടുള്ളത്. ഒന്നുകൂടി വായിക്കാം. In some mountains, there are permanently frozen rivers of ice. They are called as A. glaciers. B. slopes. C. plateaus. D. plains. ശരിയായ ഉത്തരം
ഓപ്ഷൻ എ ഗ്ലേഷ്യേഴ്സ് ആണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ഗ്ലേഷ്യേഴ്സ് ആണ്. അടുത്ത 2016 ചോദിച്ച നാലാമത്തെ ചോദ്യമാണ്. വേൾഡ്സ് തേർഡ് ഹൈയസ്റ്റ് മൗണ്ടൻ കാഞ്ചൻജംഗ ഈസ് ഇൻ. വേൾഡ് തേർഡ് ഹൈയസ്റ്റ് മൗണ്ടൻ കാഞ്ചൻജംഗ ഈസ് ഇൻ. വേൾഡിലെ തേർഡ് ഹൈയസ്റ്റ് മൗണ്ടൻ ആയിട്ടുള്ള കാഞ്ചൻജംഗ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. വേൾഡിലെ തേർഡ് ഹൈയസ്റ്റ് മൗണ്ടൻ ആയിട്ടുള്ള കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് എന്നാണ് ചോദ്യം. എ ആസാം, ബി സിക്കിം, സി ത്രിപുര, ഡി മേഘാലയ. ഇങ്ങനെ 4 ഓപ്ഷനാണ് നൽകിയിട്ടുള്ളത്. The world's third highest mountain Kanchenjunga is in. The world's third highest mountain Kanchenjunga is in A. Assam, B. Sikkim, C. Tripura, D. Meghalaya. Option B. സിക്കിം ആണ് ശരിയായ ആൻസർ. നമ്മൾ മനസ്സിലാക്കേണ്ടത് മൗണ്ടൻസുമായി അതുമായി ബന്ധപ്പെട്ടും ഒക്കെയാണ് ഈ ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് ചോദ്യങ്ങൾ കൂടുതലായും വരുന്നത് മലനിരകളെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകളെ കുറിച്ചും അടിസ്ഥാനമാക്കിയാണ്. അപ്പൊ ആ ഭാഗം നമ്മൾ വളരെ ശ്രദ്ധയോടെ പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ഇന്ത്യൻ ജോഗ്രഫിയിലെ എല്ലാ ഭാഗവും നമുക്ക് ആവശ്യമില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ത്യൻ ജോഗ്രഫി എന്നുള്ളത് വളരെ വലിയ കടലുകൂടെ പോലെ കിടക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അതിൽ എല്ലാ ഭാഗവും നമ്മൾ വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ വളരെ വ്യക്തമായി വെടിപ്പോടെ പഠിച്ചു പോയാൽ മാത്രം മതി. നമുക്ക് വേണ്ടത് നമ്മൾ കൃത്യമായി പഠിച്ചു പോകുക. അതുകൂടാതെ തന്നെ അതിന്റെ ബേസിസിലുള്ള സബ്ജക്ട് വൈസ് ടെസ്റ്റ് പേപ്പർ സീരീസും മാക്സിമം മോക്ക് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന പരീക്ഷയിൽ ഉയർന്ന റാങ്ക് നിങ്ങൾക്ക് ഉറപ്പാണ്. അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യം. എത്രത്തോളം, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന ഒരു കാര്യമാണ്, എത്രത്തോളം മോക്ക് ടെസ്റ്റുകൾ എഴുതാൻ പറ്റുമോ അത്രത്തോളം മോക്ക് ടെസ്റ്റുകൾ എഴുതുക. സബ്ജക്ട് വൈസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ സബ്ജക്ട് വൈസ് ടെസ്റ്റ് പേപ്പർ സീരീസും മിസ്സാക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അതിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. കാരണം നമ്മൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞതോ ഒരുപക്ഷെ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങളോ നമ്മൾ വീണ്ടും മനസ്സിൽ ഉറപ്പിക്കുകയാണ്. ആ ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ആ ചോദ്യങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ അത് ബേസിസ് ആയിട്ടുള്ള ഒരു പരീക്ഷ എഴുതുന്നു. ഈ എൻട്രൻസിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചോദ്യങ്ങളാണല്ലോ, MCQs ആണല്ലോ. ഇപ്പൊ MCQs ആണ് നമ്മൾ കൂടുതലും പ്രാധാന്യം കൊടുക്കേണ്ടത്. നിങ്ങൾക്കായിട്ടുള്ള PDF നോട്ട്സ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള PDF നോട്ട്സ് ആണ് നൽകുന്നത്. അത് നിങ്ങൾക്ക് അതിന്റെ തിയറി ഒരു ബേസ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതെ MCQ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ല. ആ തിയറി അല്ലെങ്കിൽ ആ ബേസ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം MCQയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ടോപ്പിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ എത്രത്തോളം MCQs പഠിക്കുക. ഇപ്പൊ 20 ക്വസ്റ്റ്യൻ നിങ്ങൾ സബ്ജക്ട് വൈസ് ടെസ്റ്റ് പേപ്പർ സീരീസിൽ പഠിക്കുകയാണ്. അത് പഠിക്കുക മാത്രമല്ല വീണ്ടും പരീക്ഷ എഴുതുകയാണ് ആ ക്വസ്റ്റ്യൻ തന്നെ. നിങ്ങളുടെ മനസ്സിൽ വീണ്ടും അത് കയറുകയാണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കൂടാതെ തന്നെ മോക്ക് ടെസ്റ്റ് 30 ക്വസ്റ്റ്യൻസ് ആണ് നൽകുന്നത്. ആ 30 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുകയാണ്, നിങ്ങളുടെ മനസ്സിലേക്ക് കയറുകയാണ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒറ്റ സബ്ജക്ട് വൈസ് ടെസ്റ്റ് പേപ്പർ സീരീസും മിസ് ചെയ്യരുത്. ഒറ്റ മോക്ക് ടെസ്റ്റുകളും മിസ് ചെയ്യാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ
നമ്മൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തപ്പോ നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്? മൗണ്ടൻസിന് ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ ആ ഭാഗം കൃത്യമായി നമ്മൾ പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് നമ്മൾ പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് ഇന്ത്യയെ പറ്റിയുള്ള കുറച്ച് ബേസിക് ഫാക്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകേണ്ടതായിട്ടുണ്ട്. ബേസിക് ഫാക്ട്സ് ഓഫ് ഇന്ത്യ, അടിസ്ഥാന വിവരങ്ങൾ, അത് ചോദിച്ചു വരുന്നതാണ്. ചില ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. 2016 മുമ്പുള്ള ചോദ്യങ്ങളിലൊക്കെ നമ്മൾ അത് കണ്ടിട്ടുണ്ട്. ബേസിക് ഫാക്ട്സ് ഓഫ് ഇന്ത്യ, ഇന്ത്യയെ പറ്റിയുള്ള അടിസ്ഥാന വിവരങ്ങളെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ നമ്മളൊന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലാക്കുക. ഇതിന്റെ നോട്ട് നമ്മൾ PDF ഫോർമാറ്റ് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിലും നമ്മുടെ ടെലിഗ്രാം ചാനലിലും നമ്മുടെ ആപ്പിലും അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾ അത് എഴുതിയെടുക്കുക. അതിനുശേഷം ക്ലാസിന്റെ കൂടെ ക്ലാസ് കാണുക, നോട്ട് നോക്കുക, അങ്ങനെ തന്നെ പഠിച്ചു പോകുക. ഓക്കെ, നമുക്ക് ബേസിക് ഫാക്ട്സിലേക്ക് കിടക്കാം. ടോട്ടൽ ജിയോഗ്രഫിക്കൽ ഏരിയ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ടോട്ടൽ ജിയോഗ്രഫിക്കൽ ഏരിയ എത്രയാണ്? ടോട്ടൽ ജിയോഗ്രഫിക്കൽ ഏരിയ ഓഫ് ഇന്ത്യ 32,87,263. 32,87,263 കിലോമീറ്റർ സ്ക്വയർ. 32,87,263 കിലോമീറ്റർ സ്ക്വയർ. 32,87,263 കിലോമീറ്റർ സ്ക്വയർ. 32,87,263 കിലോമീറ്റർ ആണ് എന്താണ് ടോട്ടൽ ജിയോഗ്രഫിക്കൽ ഏരിയ ഓഫ് ഇന്ത്യ. ടോട്ടൽ ജിയോഗ്രഫിക്കൽ ഏരിയ ഓഫ് ഇന്ത്യ 32,87,263. 32,87,263. ഓക്കെ, 32,87,263 കിലോമീറ്റർ സ്ക്വയർ ആണ് ടോട്ടൽ ജിയോഗ്രഫിക്കൽ ഏരിയ ഓഫ് ഇന്ത്യ. 32,87,263 ടോട്ടൽ ജിയോഗ്രഫിക്കൽ ഏരിയ ഓഫ് ഇന്ത്യ വളരെ പ്രധാനപ്പെട്ടതാണ്. 32,87,263 കിലോമീറ്റർ സ്ക്വയർ. അടുത്തത് നോർത്ത് സൗത്ത് ഡിസ്റ്റൻസ്. നോർത്ത് സൗത്ത് ഡിസ്റ്റൻസ് എത്രയാണ് ഇന്ത്യയുടെ? 3,214 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ നോർത്ത് സൗത്ത് ഡിസ്റ്റൻസ് എത്രയാണ്? 3,214 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ നോർത്ത് സൗത്ത് ഡിസ്റ്റൻസ് എത്രയാണ്? 3,214 കിലോമീറ്റർ ആണ്. നോർത്ത് സൗത്ത് ഡിസ്റ്റൻസ് ആണ് കേട്ടോ. ഇന്ത്യയുടെ ടോട്ടൽ ജിയോഗ്രഫിക്കൽ ഏരിയ എത്രയാണ്? 32,87,263 കിലോമീറ്റർ സ്ക്വയർ ആണ്. നോർത്ത് സൗത്ത് ഡിസ്റ്റൻസ് ഓഫ് ഇന്ത്യ എത്രയാണ്? 3,214 ആണ്. 3,214 ആണ് നോർത്ത് സൗത്ത് ഡിസ്റ്റൻസ് ഇന്ത്യയുടെ. അടുത്തത് ഈസ്റ്റ് വെസ്റ്റ് ഡിസ്റ്റൻസ്. ഇന്ത്യയുടെ ഈസ്റ്റ് വെസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ്? 2,933 കിലോമീറ്റർ. 2,933 കിലോമീറ്റർ ആണ് ഈസ്റ്റ് സൗത്ത് ഡിസ്റ്റൻസ്. ഈ 3,214 എത്രയാണ്? നോർത്ത് സൗത്ത് ഡിസ്റ്റൻസ് ആണ് 3,214 കിലോമീറ്റർ. നോർത്ത് സൗത്ത് ഡിസ്റ്റൻസ് ആണ് 3,214 കിലോമീറ്റർ. ഈസ്റ്റ് വെസ്റ്റ് ഡിസ്റ്റൻസ് ആണ് 2,933 കിലോമീറ്റർ. നോർത്ത് സൗത്ത് ഡിസ്റ്റൻസ് 3,214, ഈസ്റ്റ് വെസ്റ്റ് ഡിസ്റ്റൻസ് 2,933.
ടോട്ടൽ ജിയോഗ്രഫിക്കൽ ഏരിയ ഓഫ് ഇന്ത്യ 32,87,263 കിലോമീറ്റർ സ്ക്വയർ ആണ്. അടുത്ത ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഈസ് ഫിക്സ്ഡ് ബേസ്ഡ് ഓൺ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഈസ് ഫിക്സ്ഡ് ബേസ്ഡ് ഓൺ. എന്തിന്റെ ബേസിസിലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. 82.5 ഈസ്റ്റ് ലോങ്ങിറ്റ്യൂഡിന്റെ ബേസിലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യുന്നത്. 82.5 ഈസ്റ്റ് ലോങ്ങിറ്റ്യൂഡിന്റെ ബേസിസിലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 82.5 ഈസ്റ്റ് ലോങ്ങിറ്റ്യൂഡിന്റെ ബേസിസിലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഈസ് ഫിക്സ്ഡ് based on 82.5 east longitude. Indian standard time is fixed on 82.5 east longitude. 82.5 east longitude ന്റെ ബേസിസിലാണ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ടൈം ഫിക്സ് ചെയ്യുന്നത്. അടുത്തത് നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ നോർത്തേൺ മോസ്റ്റ് പോയിന്റ്. ഇന്ത്യയുടെ നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഏതാണ്? ഇന്ദിരാകോളാണ്. ഇന്ത്യയുടെ നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഇന്ദിരാകോളാണ്. അടുത്തത് വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ. വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഓഫ് ഇന്ത്യ ഏതാണ്? ഗുവാർമോട്ടിയാണ്. GHUAR നോട്ട് തരുന്നതാണ്. നോട്ട് ഇവിടെ നമുക്ക് എഴുതാൻ സ്ഥലമില്ല, കാരണം ഇന്ത്യയുടെ നമ്മൾ ജോഗ്രഫി മൗണ്ടൻസിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഈ ഭാഗമൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ എഴുതി വെച്ചതാണ്. അപ്പൊ എഴുതാൻ സ്ഥലമില്ല, നമ്മൾ നോട്ട് തരുന്നുണ്ട് കേട്ടോ. ഓക്കെ, വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഗുവാർമോട്ടി. GHUARMOTI. വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഗുവാർമോട്ടി. GHUARMOTI. നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഇന്ദിരാകോൾ. ശ്രദ്ധിക്കുക, നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഇന്ദിരാകോള്, വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഗുവാർമോട്ടി, ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഇവിടെയാണ് കേട്ടോ, മാറിപ്പോയി. ഞാൻ ആദ്യം പറഞ്ഞത് ഇവിടെയാണ്. വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഗുവാർമോട്ടി, ഇവിടെയാണ് ഗുവാർമോട്ടി. ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് കിബിത്തു. KIBITU. KIBITU. കിബിത്തു. ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് കിബിത്തു. വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഗുവാർമോട്ടി. വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഗുവാർമോട്ടി. ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് കിബിത്തു. സതേൺ മോസ്റ്റ് പോയിന്റ് കേപ്പ് കമോറിൻ. സതേൺ മോസ്റ്റ് പോയിന്റ് ആൻഡമാൻ നിക്കോബാറിലാണ് കേട്ടോ. സതേൺ മോസ്റ്റ് പോയിന്റ് കേപ്പ് കമോറിൻ. CAPECAMORIN. CAPECAMORIN. കേപ്പ് കമോറിൻ. സതേൺ മോസ്റ്റ് പോയിന്റ് കേപ്പ് കമോറിൻ. നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഏതാണ്? നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഇന്ദിരാകോള്. നോർത്തേൺ മോസ്റ്റ് പോയിന്റ് ഇന്ദിരാകോള്. വെസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് ഗുവാർമോട്ടി. GUHARMOTI. ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് കിബിത്തു. ഈസ്റ്റേൺ മോസ്റ്റ് പോയിന്റ് കിബിത്തു. സതേൺ മോസ്റ്റ് പോയിന്റ് കേപ്പ് കമോറിൻ. സതേൺ മോസ്റ്റ് പോയിന്റ് കേപ്പ് കമോറിൻ. അടുത്തത് ഹൈയസ്റ്റ് പോയിന്റ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം മൗണ്ട് കെറ്റു. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം, ഹൈയസ്റ്റ് പോയിന്റ് ഇൻ ഇന്ത്യ, മൗണ്ട് കെറ്റു. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം മൗണ്ട് കെറ്റു ആണ്. ലോവസ്റ്റ് പോയിന്റ്, ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കുട്ടനാടാണ്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പോയിന്റ് കുട്ടനാടാണ്. ചോദിക്കാം, ഹയസ്റ്റ് പോയിന്റ് മൗണ്ട് കെറ്റു ആണ്. ലോവസ്റ്റ് പോയിന്റ് കുട്ടനാടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടി പറഞ്ഞു പോകാം. ടോട്ടൽ ജിയോഗ്രഫിക്കൽ ഏരിയ ഓഫ് ഇന്ത്യ
87,263. North south distance 3,240. East west distance 2,933. Indian standard time is fixed based on 82.5 east longitude. Northernmost point Indira Kola. Westernmost point Guarmurti. Easternmost point Kebitu. Southernmost point Cape Comorin. Highest point Mount K2. Lowest point Kuttanad. Okay. ഇനി നമുക്ക് ഒരു 5 ബേസിക് ഫാക്ട്സ് കൂടി ഒന്ന് പറഞ്ഞു നോക്കാം. സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു GK ആണ്. ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു GK ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ. ദ ഇന്ത്യൻ മെട്രോപൊളിറ്റൻ സിറ്റി ദാറ്റ് ലൊക്കേറ്റ് നിയറസ്റ്റ് ടു ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് തൊട്ടടുത്ത് കിടക്കുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ സിറ്റി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് തൊട്ടടുത്ത് കിടക്കുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ സിറ്റി ഏതാണ് എന്നാണ് ചോദ്യം. ആൻസർ കൊൽക്കത്തയാണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് തൊട്ടടുത്ത് കിടക്കുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ സിറ്റി ഏതാണ്? കൊൽക്കത്തയാണ്. ഇന്ത്യൻ മെട്രോപൊളിറ്റൻ സിറ്റി ദാറ്റ് ലൊക്കേറ്റ്സ് നിയറസ്റ്റ് ടു ഇക്വേറ്റർ. ഇക്വേറ്ററിന് തൊട്ടടുത്ത് കിടക്കുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ സിറ്റി ഏതാണ്? ചെന്നൈയാണ്. ഇക്വേറ്ററിന് തൊട്ടടുത്ത് കിടക്കുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ സിറ്റി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ചെന്നൈയാണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് തൊട്ടടുത്ത് കിടക്കുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ സിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കൊൽക്കത്തയാണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് തൊട്ടടുത്ത് കിടക്കുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ സിറ്റി കൊൽക്കത്തയാണ്. അതുകൊണ്ട് തന്നെ ഇക്വേറ്ററിന് തൊട്ടടുത്ത് കിടക്കുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ സിറ്റി ചെന്നൈയാണ്. അടുത്തത് ബൗണ്ടറി ലൈൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇന്ത്യ പാകിസ്ഥാൻ ബൗണ്ടറി ലൈൻ എന്താണ് പറയുന്നത്, ഇന്ത്യ ചൈന ബൗണ്ടറി ലൈന് എന്താണ് പറയുന്നത്, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബൗണ്ടറി ലൈനിന് പറയുന്ന പേരേതാണ്. അങ്ങനെ 3 ബൗണ്ടറി ലൈനിന്റെ പേരാണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ ബൗണ്ടറി ലൈനിനുള്ള പേര് റാഡ്ക്ലിഫ് ലൈൻ എന്നാണ്. ഇന്ത്യ പാകിസ്ഥാൻ ബൗണ്ടറി ലൈനിന് വിളിക്കുന്ന പേര് റാഡ്ക്ലിഫ്. RADCLIFF. ക്ഷമിക്കേണ്ട, നോട്ട് നമ്മൾ തരും. RADCLIFF. റാഡ്ക്ലിഫ് ലൈൻ. ഇന്ത്യ പാകിസ്ഥാൻ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബൗണ്ടറി ലൈന് പറയുന്ന പേരാണ് റാഡ്ക്ലിഫ് ലൈൻ. RADCLIFF. റാഡ്ക്ലിഫ് ലൈൻ. ഇന്ത്യ പാകിസ്ഥാൻ ബൗണ്ടറി ലൈൻ റാഡ്ക്ലിഫ് ലൈൻ. ഇന്ത്യ ചൈന ബൗണ്ടറി ലൈൻ മക്മോഹൻ ലൈൻ. MCMOHAN. മക്മോഹൻ ലൈൻ. ഇന്ത്യ ചൈന ബൗണ്ടറി ലൈൻ മക്മോഹൻ ലൈൻ. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബൗണ്ടറി ലൈൻ ഡ്യൂറൻഡ് ലൈൻ. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബൗണ്ടറി ലൈൻ ഡ്യൂറൻഡ് ലൈൻ ആണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബൗണ്ടറി ലൈനിന്റെ പേര് ഡ്യൂറൻഡ് ലൈൻ എന്നാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബൗണ്ടറി ലൈനിന്റെ പേരെന്താണ്? റാഡ്ക്ലിഫ് ലൈൻ എന്നാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബൗണ്ടറി ലൈനിന്റെ പേര് റാഡ്ക്ലിഫ് ലൈൻ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബൗണ്ടറി ലൈനിന്റെ പേര് റാഡ്ക്ലിഫ് ലൈൻ. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബൗണ്ടറി ലൈനിന്റെ പേര് മക്മോഹൻ ലൈൻ. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബൗണ്ടറിയുടെ പേര് മക്മോഹൻ ലൈൻ. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബൗണ്ടറി ലൈനിന്റെ പേര് ഡ്യൂറൻഡ് ലൈൻ എന്നാണ്. ഓക്കെ, ഇത്രയും ബേസിക് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു പോയത്. ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് കടക്കാൻ പോകുന്നത്. അതായത് ഇന്ത്യൻ ജോഗ്രഫിയുടെ പ്രധാനപ്പെട്ട ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഇത് കുറച്ച് ഡൗട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിലുണ്ട്. ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പക്ഷെ ഡൗട്ട് തോന്നിയേക്കാം. അതുകൊണ്ട് തന്നെ കുറച്ച് അധികം ശ്രദ്ധിച്ചിരിക്കുക. നോട്ട് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. വീഡിയോ കൃത്യമായിട്ട് വീണ്ടും വീണ്ടും കാണുക. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പൊ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളിവിടെ ഇന്ത്യയുടെ
ഭൂപടമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്, മാപ്പ് വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പോ ഇതിന്റെ നമുക്ക് ബേസിക് ഫിസിയോഗ്രഫിയുടെ ഒരു ഐഡിയ കിട്ടിയാലാണ് നമുക്ക് ഈ ഭാഗങ്ങള് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു പിക്ചർ വരികയുള്ളൂ. ബേസിക് ഫിസിയോഗ്രഫി മനസ്സിലാക്കാതെ നമുക്ക് ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ കാണാപ്പാഠം പഠിക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ പഠന രീതി കാണാപ്പാഠം പഠിക്കുക എന്നുള്ളതല്ല. കാണാപ്പാഠം പഠിച്ചിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമ്മള് ധാരാളം ഫിസിക്കൽ എഫേർട്ട് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് കാണാപ്പാഠം പഠിക്കുമ്പോൾ. പക്ഷെ അത് മനസ്സിലാക്കിയ ഒരു സ്മാർട്ട് വർക്കോടെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇതിനൊരു ബേസിക് ഫിസിയോഗ്രഫി ഐഡിയാസ് കൂടി ഞാൻ പറഞ്ഞു പോകാം. അത് പറഞ്ഞാൽ അത് മനസ്സിലാക്കിയാലാണ് ഇനി പറയുന്ന ഭാഗങ്ങള് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് ഈ ഭാഗം നിങ്ങൾക്ക് അറിയാലോ, ഇത് നോർത്ത് ആണെന്ന് അറിയാലോ. ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്. ഇത് ആദ്യം മനസ്സിൽ വിചാരിക്കുക. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മള് ബേസിക് ഫിസിയോഗ്രഫി അനുസരിച്ച് ഇന്ത്യയുടെ ഭാഗങ്ങളെ നമ്മൾ വ്യത്യസ്തമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഫിസിയോഗ്രഫി ബേസിസില് ഇന്ത്യയുടെ ഭാഗങ്ങളെ നമ്മൾ വ്യത്യസ്തമായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഭൂപ്രകൃതി അല്ലെങ്കിൽ അതിന്റെ ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ഒക്കെ അനുസരിച്ച് ഫാക്ടേഴ്സ് ഒക്കെ കണക്കിലെടുത്ത് വളരെ വ്യത്യസ്തമായി ഓരോ ഭാഗത്തെയും തിരിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു വര വരച്ചത് കണ്ടില്ലേ? ഈ വരയുടെ മുകളിലുള്ള ഈ ഭാഗവും അതുകൂടാതെ തന്നെ ഈ നോർത്ത് ഈസ്റ്റേണിന്റെ ഈ ഭാഗവും ഹിമാലയൻ റീജിയൻ എന്നാണ് അറിയപ്പെടുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഈ ഒരു ഭാഗം, ഈ വര വരച്ചതിന് മുകളിലുള്ള ഈ ഒരു ഭാഗവും അത് കൂടാതെ തന്നെ ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന്റെ ഈ ഭാഗമെല്ലാം നമ്മൾ ഹിമാലയാസ് എന്നാണ് ആ റീജിയനെ നമ്മൾ പൊതുവെ പറയുന്നത്. പിന്നെ ഈ ഒരു മാർക്ക് വൈകുന്നുണ്ടല്ലേ, ഈ മാർക്കിന്റെയും ഇതിന്റെ ഇടയ്ക്കുള്ള ഈ റീജിയൻ, അതായത് ഈ റീജിയൻ ഇവിടെ ഒരു വരയുണ്ട് കേട്ടോ. ഈ റീജിയൻ ഈ ഇത്രയും ഭാഗം, ഇവിടുത്തെ ഇത്രയും ഭാഗം, ഈ റീജിയനെ ഗ്രേറ്റ് ഇന്ത്യൻ പ്ലെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രേറ്റ് ഇന്ത്യൻ പ്ലെയിൻ എന്നാണ് ഈ ഭാഗത്തെ അറിയപ്പെടുന്നത്. ഈ ഭാഗത്തെ എന്താണ് അറിയപ്പെടുന്നത്? ഈ ഭാഗത്തെയും ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന്റെ ഈ ഭാഗത്തെയും ഹിമാലയാസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഭാഗത്തെയും നോർത്ത് ഈസ്റ്റേണിലെ ഈ ഭാഗത്തെയും ഹിമാലയാസ് എന്നാണ് അറിയപ്പെടുന്നത്. അതിന് താഴത്തുള്ള ഈ മേഖലയാണ് ഗ്രേറ്റ് ഇന്ത്യൻ പ്ലെയിൻ എന്നറിയപ്പെടുന്ന മേഖല, ഗ്രേറ്റ് ഇന്ത്യൻ പ്ലെയിൻ. അതിനുശേഷം ഇവിടെ ഒരു റൗണ്ട് ആയിട്ട് കിടക്കുന്നുണ്ടല്ലേ, ഇങ്ങനൊരു റൗണ്ട് അല്ല, ഈ ഒരു ക്ലോസ്ഡ് ആയിട്ട് കിടക്കുന്ന ഈ മേഖലയില്, ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ആയിട്ട് കിടക്കുന്ന ഈ ഒരു മേഖലയാണ് സെൻട്രൽ ഹൈലാൻഡ് എന്നറിയപ്പെടുന്നത്. ഈ ക്ലോസ്ഡ് ആയിട്ട് കിടക്കുന്ന ഈ ഒരു മേഖലയാണ് സെൻട്രൽ ഹൈലാൻഡ് എന്നറിയപ്പെടുന്നത്. ഏകദേശം ഒരു മധ്യഭാഗത്ത് പോലെ അല്ലെങ്കിൽ ഹൃദയഭാഗത്ത് എന്നൊക്കെ പറയുന്ന പോലെ ആണ് സെൻട്രൽ ഹൈലാൻഡ് എന്നറിയപ്പെടുന്ന മേഖലയാണ് ഇത്. ഈ ഒരു മേഖല ഉണ്ടല്ലോ, ഈ ഒരു ത്രികോണാകൃതിയിൽ കിടക്കുന്ന ഈ ഒരു മേഖല, ഏകദേശം ത്രികോണാകൃതിയിൽ കിടക്കുന്ന ഒരു മേഖലയാണ് പെനിൻസുലാർ പ്ലേറ്റ് എന്നറിയപ്പെടുന്നത്. നമ്മൾ ഈ റിവേഴ്സ് പഠിച്ചില്ലേ, പെനിൻസുലാർ പ്ലേറ്റ് എന്നറിയപ്പെടുന്ന മേഖലയാണ് ഈ ഒരു ത്രികോണാകൃതിയിൽ കിടക്കുന്ന ഈ ഒരു മേഖലയാണ് പെനിൻസുലാർ പ്ലേറ്റ് എന്നറിയപ്പെടുന്നത്. പിന്നെ ഈ ഗുജറാത്തിന്റെ ഈ ഭാഗം, ഈ കർണാടകയുടെ, ഗോവയുടെ, കേരളത്തിന്റെ ഈ തീരത്താണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്നറിയപ്പെടുന്നത്. അതായത് ഈ ഭാഗമാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്നറിയപ്പെടുന്നത്. ഗുജറാത്തിന്റെ ഈ ഭാഗവും ഈ ഗോവ, കർണാടക, കേരളം മുതലായ സംസ്ഥാനങ്ങളുടെ കോസ്റ്റൽ ഏരിയയും കൂടി ഉൾപ്പെടുന്നതാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്നറിയപ്പെടുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ ഈ ഒരു ഭാഗം, ഈ ഒറീസ, അതുപോലെ വെസ്റ്റ് ബംഗാൾ ഭാഗത്തേക്ക് എത്തുന്ന ഈ ഒറീസ, അതുപോലെ തമിഴ്നാട് തീരത്തേക്ക് എത്തുന്ന ഈ ഒരു ഭാഗത്തെയാണ് എന്ത് പറയുന്നത്? ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്നറിയപ്പെടുന്നത്. ഈ ഭാഗത്തെയാണ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്നറിയപ്പെടുന്നത്. ഈ ഭാഗത്തെയാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്നറിയപ്പെടുന്നത്. പിന്നെ കിഴക്കൻ ഭാഗത്ത് ഏതാണ്? നമ്മുടെ ലക്ഷദ്വീപ് ഐലൻഡ്സ് ഉണ്ട്. ഇവിടെ ലക്ഷദ്വീപ് ഐലൻഡ്സിനാണ് വരച്ചിരിക്കുന്നത്. കിഴക്കൻ ഭാഗത്ത് ലക്ഷദ്വീപ് ഐലൻഡ്സ് ഉണ്ട്. പിന്നെ ഈ ഭാഗത്ത് ഏതാണ്? ഈ ഭാഗത്ത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആണ്.
ആൻഡമാൻ ആൻഡ് നിക്കോബാർ, സോറി കിഴക്കൻ ഭാഗത്തല്ല, ഈ ഭാഗത്ത് കിഴക്കൻ ഭാഗത്ത് ആൻഡമാൻ ആൻഡ് ഞാൻ പറഞ്ഞു തിരിഞ്ഞത് പോയി. കിഴക്കൻ ഭാഗത്ത് ഈസ്റ്റേൺ മേഖലയിൽ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആണ്. പടിഞ്ഞാറൻ ഭാഗത്താണ് ഏതുള്ളത്? ലക്ഷദ്വീപ് ഐലൻഡ്സ് ഉള്ളത്. ലക്ഷദ്വീപ് ഐലൻഡ്സ് പടിഞ്ഞാറൻ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഐലൻഡ്സ് ആണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ. ഇങ്ങനെയാണ് ഇന്ത്യയുടെ ബേസിക് ഫിസിയോഗ്രഫിയെ ബേസിക് ആയിട്ട് തിരിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തെയും ഈ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഈ ഭാഗത്തെയും പിന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന്റെ ഈ ഭാഗത്തെയും കൂടി ഉൾപ്പെടുത്തിയാണ് ഹിമാലയാസ് എന്ന് തിരിച്ചിരിക്കുന്നത്. അതിനുശേഷം അതിന് നേരെ താഴെ ഈ ഭാഗത്തെയാണ് എന്ത് പറയുന്നത്? ഗ്രേറ്റ് ഇന്ത്യൻ പ്ലെയിൻ എന്ന് പറയുന്നത്. അതിനുശേഷം ഏകദേശം നടുക്ക് ഇന്ത്യയുടെ ഹൃദയഭാഗം എന്നൊക്കെ പറയുന്ന ഈ ഏരിയയാണ് സെൻട്രൽ ഹൈലാൻഡ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ഈ ഹൃദയഭാഗമായിട്ടുള്ള ഈ മേഖലയാണ്, ഹൃദയഭാഗത്തുള്ള ഈ മേഖലയാണ് സെൻട്രൽ ഹൈലാൻഡ് എന്നറിയപ്പെടുന്നത്. അതിന് താഴെ ഏകദേശം ഒരു ത്രികോണാകൃതിയിൽ കാണുന്ന ഏരിയയാണ് പെനിൻസുലാർ പ്ലേറ്റ്യൂ എന്നറിയപ്പെടുന്നത്. ഏകദേശം ത്രികോണാകൃതിയിലൊക്കെ കാണുന്ന ഈ മേഖലയാണ് പെനിൻസുലാർ പ്ലേറ്റ്യൂ എന്നറിയപ്പെടുന്നത്. പിന്നെ ഈ മേഖലയുണ്ടല്ലോ, ഈ ഗുജറാത്തിന് ഞാൻ നേരെ സൂചിപ്പിച്ച ഈ മേഖലയാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിന്. നേരെ ഓപ്പോസിറ്റ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിന്. ഇവിടെ ഏതാണ്? ലക്ഷദ്വീപ് ഐലൻഡ്സ്. ഇവിടെ ഏതാണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. ഈ ഒരു ബേസിക് നോളജ് മനസ്സിൽ വെച്ചിരിക്കുക. അതിനുശേഷം പഠിക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇന്ത്യൻ ജോഗ്രഫി മനസ്സിലാക്കി പോകാവുന്നത്. ബേസിക് കാര്യങ്ങൾ മാത്രമാണ് ചോദിച്ചു വരുന്നത്, വളരെ ഡീപ്പായിട്ടൊന്നും ചോദിക്കുന്നില്ല. പക്ഷെ നമ്മളിവിടെ കുറച്ച് അധികം ഡീപ്പായിരുന്നില്ല, പക്ഷെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഈ മേഖലയെ കുറിച്ച് പഠിക്കാം. ഈ ഒരു മേഖല ഉണ്ടല്ലോ, ഈ ഒരു മേഖലയെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഈ മേഖലയെ കുറിച്ച്, ഇത്രയും ഭാഗത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്രധാനമായും ഈ ഭാഗത്തെ മേഖലയെ മൂന്നായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഏത്? ഇത്രയും ഭാഗത്ത് ഈ വര വരച്ചിട്ടുണ്ടല്ലോ, ഈ വര വരച്ച മുകളിലുള്ള ആ പ്രദേശത്ത് പ്രധാനമായും മൂന്നായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഹിമാലയാസ് എന്നും ട്രാൻസ് ഹിമാലയാസ് എന്നും പൂർവാഞ്ചൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിൽസ്, പൂർവാഞ്ചൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിൽസ് എന്ന് മൂന്നായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഹിമാലയാസ്, ട്രാൻസ് ഹിമാലയാസ്, പൂർവാഞ്ചല് അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിൽസ്. ഹിമാലയാസ്, ട്രാൻസ് ഹിമാലയാസ്, ട്രാൻസ് ഹിമാലയാസ്, പൂർവാഞ്ചൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിൽസ്. ഇങ്ങനെ ഈ വര വരച്ച മുകളിലുള്ള ഈ ഭാഗത്തെ പ്രധാനമായും മൂന്നായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഹിമാലയാസ്, ട്രാൻസ് ഹിമാലയാസ്, പിന്നെ എന്താണ്? പൂർവാഞ്ചൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിൽസ്. അതിൽ ഒന്നാമത്തെ ഭാഗമായ ഹിമാലയാസിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ആദ്യം പഠിക്കാൻ പോകുന്നത് ഹിമാലയത്തെ കുറിച്ചാണ്. ഹിമാലയാസ്, ട്രാൻസ് ഹിമാലയാസ്, ഈസ്റ്റേൺ ഹിൽസ്. അതിൽ ഒന്നാമത്തെ ഹിമാലയാസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹിമാലയാസ്. ഓക്കെ, അതിൽ ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറയുമ്പോൾ ഈ ഭാഗം കൃത്യമായിട്ട് മനസ്സിൽ വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പോയിന്റ്, മൗണ്ടൻ റേഞ്ച് ലൈസ് ബിറ്റ്വീൻ ടിബറ്റൻ പ്ലേറ്റ്യൂ ആൻഡ് ഗംഗ പ്ലെയിൻ. ടിബറ്റൻ പ്ലേറ്റ്യൂ ആൻഡ് ഗംഗ പ്ലെയിൻ. ഗംഗ പ്ലെയിനും ടിബറ്റൻ പ്ലേറ്റിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നത്. ടിബറ്റൻ പ്ലേറ്റിനും ഗംഗ പ്ലേറ്റിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്നത് മൗണ്ടൻ റേഞ്ച് ഏതാണ്? ഹിമാലയാസ് ആണ്. ഓക്കെ, ദ മൗണ്ടൻ റേഞ്ച് lies between Tibetan Plateau and Ganga Plain. Mountain range lies between Tibetan Plateau and Ganga Plain ഏതാണ്? ഹിമാലയാസ് ആണ്. Mountain range lies between Tibetan Plateau and Ganga Plain, Himalaya. Youngest fold mountain range in the world എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഹിമാലയ ആണ്. Youngest fold mountain range in the world എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഹിമാലയാണ്. യങ്ങസ്റ്റ് ഫോൾഡ് മൗണ്ടൻ റേഞ്ച് ഇൻ ദ വേൾഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഹിമാലയാണ്. ഓക്കെ, ഇനി നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് അറിയാം ഹിമാലയത്തിന്റെ ആ മേഖലകളൊക്കെ ധാരാളം
താഴ്വരകളൊക്കെ ഉള്ളൊരു മേഖലയാണ്. അപ്പോ ഒരു 6 പ്രധാനപ്പെട്ട താഴ്വരകളും ആ താഴ്വരയില് അത് ഏത് സ്റ്റേറ്റിലാണ് ഉൾപ്പെട്ടതെന്ന് കൂടി നമ്മളൊന്ന് പഠിച്ചു പോകണം. നോട്ട് കൃത്യമായിട്ട് ഞാൻ തരുന്നുണ്ട്. ഒന്നാമത് കാശ്മീർ വാലി. കാശ്മീർ താഴ്വര സ്വാഭാവികമായിട്ടും അത് ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റേറ്റിലാണ്. കാശ്മീർ താഴ്വര അതായത് ഈ മേഖലകളിലൊക്കെ ധാരാളം താഴ്വരകളുള്ള മേഖലയാണ്. അപ്പൊ കുറച്ച് പ്രധാനപ്പെട്ട 6 താഴ്വരകളെ കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഈ 6 താഴ്വരകള് ഏത് സ്റ്റേറ്റിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ള ചോദ്യം നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഒന്നാമത്തത് കാശ്മീർ താഴ്വര സ്ഥിതി ചെയ്യുന്നത് ജമ്മു ആൻഡ് കാശ്മീർ. കാശ്മീർ താഴ്വര സ്ഥിതി ചെയ്യുന്നത് ജമ്മു ആൻഡ് കാശ്മീർ. കാശ്മീർ താഴ്വര ജമ്മു ആൻഡ് കാശ്മീർ. കാൻഗ്ര താഴ്വര സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ്. കാൻഗ്ര താഴ്വര സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ്. കാൻഗ്ര താഴ്വര ഹിമാചൽ പ്രദേശ്. കാശ്മീർ താഴ്വര ജമ്മു ആൻഡ് കാശ്മീർ. കാശ്മീർ താഴ്വര ജമ്മു ആൻഡ് കാശ്മീർ. കാൻഗ്ര താഴ്വര ഹിമാചൽ പ്രദേശ്. കാൻഗ്ര താഴ്വര ഹിമാചൽ പ്രദേശ്. അടുത്തത് കുളു വാലി. നമ്മൾ കുളു മണാലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, കേൾക്കുന്നുണ്ട്. കുളു വാലി സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ്. കുളു വാലി സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ്. മണാലി വാലി സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ്. മണാലി വാലി ഹിമാചൽ പ്രദേശ്. ലാഹുൽ വാലി സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ്. LAHUL. ലാഹുൽ വാലി സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ്. സ്പിറ്റി വാലി SPITI. സ്പിറ്റി വാലി സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ്. ഒന്നുകൂടി പറയാം. കാശ്മീർ വാലി സ്ഥിതി ചെയ്യുന്നത് ജമ്മു ആൻഡ് കാശ്മീർ. കാൻഗ്ര വാലി സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ്. കുളു വാലി സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ്. മണാലി വാലി സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ്. ലാഹുൽ വാലി സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ്. സ്പിറ്റി വാലി സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ്. ഓക്കെ, ഇനി നമ്മള് ഹിമാലയാസിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ ഹിമാലയെ തന്നെ 3ആയിട്ട് തിരിക്കുന്നത്. അപ്പൊ നമ്മള് ഈ ഭാഗത്തെ 3ആയിട്ട് തിരിച്ചു. ഹിമാലയ, ട്രാൻസ് ഹിമാലയ, പൂർവാഞ്ചൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിൽസ് എന്ന ഈ ഹിമാലയെ തന്നെ ഇനി നമ്മള് 3ആയിട്ട് തിരിക്കുന്നുണ്ട്. ഈ ഹിമാലയ മേഖലയെ തന്നെ 3ആയിട്ട് തിരിക്കുന്നുണ്ട്. കൺഫ്യൂഷൻ ആവരുത്. ഈ വര വരച്ചതിന്റെ ഈ മുകളിലുള്ള മേഖലയെ നമ്മൾ 3ആയിട്ട് തിരിക്കുന്നുണ്ട്. ഹിമാലയാസ് എന്ന് തിരിക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ട്രാൻസ് ഹിമാലയ എന്ന് തിരിക്കുന്നുണ്ട്. അതിനുശേഷം പൂർവാഞ്ചൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിൽസും തിരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ വിഭാഗമായ ഹിമാലയെ തന്നെ വീണ്ടും 3ആയിട്ട് തിരിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ വിഭാഗമാണ് ഗ്രേറ്റർ ഹിമാലയ അല്ലെങ്കിൽ ഹിമാദ്രി. ഗ്രേറ്റർ ഹിമാലയ അല്ലെങ്കിൽ ഹിമാദ്രി. ഗ്രേറ്റർ ഹിമാലയ അല്ലെങ്കിൽ ഹിമാദ്രി. 2 ലെസർ ഹിമാലയ അല്ലെങ്കിൽ ഹിമാചൽ. ഇത് ഹിമാലയമാണ്, ഇത് ഹിമാചലാണ്. ഹിമാചൽ. ലെസർ ഹിമാലയ അല്ലെങ്കിൽ ഹിമാചൽ. ഔട്ടർ ഹിമാലയ അല്ലെങ്കിൽ ശിവാലിക്. ഔട്ടർ ഹിമാലയ അല്ലെങ്കിൽ ശിവാലിക്. ആ ഭാഗത്തെ തന്നെ നമ്മൾ ഈ പടത്തിൽ വളരെ ചെറുതായിട്ട് കാണുന്നതുകൊണ്ടാണ്, ഇത് കിലോമീറ്ററോളം കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾ 3ആയിട്ടൊക്കെ തിരിക്കുന്നത് കേട്ടോ. കിലോമീറ്ററോളം വളരെ വിസ്തൃതിയുള്ള മേഖലയാണ്. അതിനാണ് വീണ്ടും വീണ്ടും തിരിക്കുന്നത്. ഓക്കെ, അതായത് ഈ ഹിമാലയത്തെ തന്നെ വീണ്ടും തിരിക്കുകയാണ്. ഏതാണ്? ഗ്രേറ്റർ ഹിമാലയ ഹിമാദ്രി, ലെസർ ഹിമാലയ ഹിമാചൽ, ഔട്ടർ ഹിമാലയ ശിവാലിക്. ഇനി നമുക്ക് ആദ്യം ഹിമാദ്രിയെ കുറിച്ച് പഠിക്കാം. ഹിമാദ്രി നോർത്തേൺ മോസ്റ്റ് റേഞ്ച് ഓഫ് ഹിമാലയ. ഹിമാലയത്തിലെ നോർത്തേൺ മോസ്റ്റ് റേഞ്ച് ആണെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? ഹിമാദ്രിയാണ്. ഹിമാലയത്തിലെ നോർത്തേൺ മോസ്റ്റ് റേഞ്ച്, ഏറ്റവും നോർത്തിൽ കിടക്കുന്ന റേഞ്ച്, ഹിമാലയത്തിലെ ഏറ്റവും വടക്ക് ഭാഗത്ത് കിടക്കുന്ന റേഞ്ച് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഏതാണ്? ഹിമാദ്രിയാണ്. നോർത്തേൺ മോസ്റ്റ് റേഞ്ച്. ബാക്ക് ബോൺ ഓഫ് ഹിമാലയ.
ഈ മേഖലയാണ് കേട്ടോ, ഈ മേഖലയാണ് ഹിമാലയ. ഓക്കെ, ബാക്ക് ബോൺ ഓഫ് ഹിമാലയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഏതാണ്? ഹിമാദ്രിയാണ്. ബാക്ക് ബോൺ ഓഫ് ഹിമാലയ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഹിമാദ്രിയാണ്. ബാക്ക് ബോൺ ഓഫ് ഹിമാലയ ഉത്തരം ഹിമാദ്രിയാണ്. അടുത്തത് ഹൈയസ്റ്റ് പീക്ക് ഇൻ ഹിമാലയ. ഹിമാലയത്തിലെ ഹൈയസ്റ്റ് പീക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മൗണ്ട് എവറസ്റ്റ് ആണ്. ഹിമാലയത്തിലെ ഹൈയസ്റ്റ് പീക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മൗണ്ട് എവറസ്റ്റ് ആണ്. അത് നമ്മുടെ ഇന്ത്യയിലല്ല, നേപ്പാളിലാണ്. ഈ ഭാഗത്തൊക്കെയാണ്, ഏകദേശം ഈ ഭാഗത്തൊക്കെയാണ് മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഹൈയസ്റ്റ് പീക്ക് ഇൻ ഹിമാലയ. ഹിമാലയ നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല, ഇപ്പുറ ഭാഗത്തേക്ക് കൊണ്ട് നേപ്പാളിലൊക്കെ ഉണ്ട്, അറിയാമോ? ഓക്കെ, ഹൈയസ്റ്റ് പീക്ക് ഇൻ ഹിമാലയ. ഹിമാലയൻ മേഖലയിലെ ഹൈയസ്റ്റ് പീക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മൗണ്ട് എവറസ്റ്റ് ആണ്. ലൊക്കേറ്റഡ് ഇൻ നേപ്പാൾ. നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരം മൗണ്ട് എവറസ്റ്റ് ആണ്. ഓക്കെ, ദ ഹൈയസ്റ്റ് മൗണ്ടൻ എൻറ്റയർലി ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയില് ഫുള്ളായി, ഇന്ത്യയില് മുഴുവനായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഹൈയസ്റ്റ് ആയിട്ട് സ്ഥിതി ചെയ്യുന്ന മൗണ്ടൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിക്കിമിലെ സ്ഥിതി ചെയ്യുന്ന കാഞ്ചൻജംഗയാണ്. ഹൈയസ്റ്റ് മൗണ്ടൻ എൻറ്റയർലി ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ. ഹൈയസ്റ്റ് മൗണ്ടൻ എൻറ്റയർലി ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കാഞ്ചൻജംഗയാണ്, സിക്കിം. ഹൈയസ്റ്റ് മൗണ്ടൻ എൻറ്റയർലി ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം സിക്കിമിൽ സ്ഥിതി ചെയ്യുന്ന കാഞ്ചൻജംഗയാണ്. അടുത്തത് മൗണ്ടൻ റേഞ്ച് മീൻസ് ദ 5 treasures of snow. മൗണ്ടൻ റേഞ്ച് വിച്ച് മീൻസ് 5 treasures of snow എന്നറിയപ്പെടുന്നത് ഏതാണ്? ആ ഭാഗത്തെ കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്ന ഉത്തരത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അത് ഞാൻ ക്ലിയർ ചെയ്തിട്ട് ഒന്നുകൂടി പറയാം. ദ 5 treasures of snowല് എഴുതിയിരിക്കുന്ന ഉത്തരത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ എനിക്ക് തോന്നുന്നു. അത് ഞാൻ ഒന്നുകൂടി നോക്കിയിട്ട് നിങ്ങൾക്ക് വിശദമാക്കി തരാം. അടുത്ത പോയിന്റിലേക്ക് കിടക്കാം. മേജർ മൗണ്ടൻ റേഞ്ച് ഓഫ് ഹിമാദ്രി. ഹിമാദ്രിയിലെ പ്രധാനപ്പെട്ട മലനിരകൾ ഏതൊക്കെയാണ്? ഹിമാദ്രി മേഖലയിലെ പ്രധാനപ്പെട്ട മലനിരകൾ ഏതൊക്കെയാണ്? ഒന്ന്, മൗണ്ട് എവറസ്റ്റ്. ഹിമാദ്രി മേഖലയിലെ പ്രധാനപ്പെട്ട മലനിരകൾ മൗണ്ട് എവറസ്റ്റ്. 2, സിക്കിമിൽ സ്ഥിതി ചെയ്യുന്ന കാഞ്ചൻജംഗ, അന്നപൂർണ, നന്ദാദേവി. പ്രധാനപ്പെട്ട മലനിരകൾ, ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട മലനിരകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തത് മൗണ്ട് എവറസ്റ്റ്, രണ്ടാമത്തത് കാഞ്ചൻജംഗ, മൂന്നാമത്തത് അന്നപൂർണ, നാലാമത്തത് നന്ദാദേവി. 4 എണ്ണമാണ് പ്രധാനപ്പെട്ട ഹിമാദ്രിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട മലനിരകള്. 4 മലനിരകളാണ് മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, അന്നപൂർണ, നന്ദാദേവി. ഈ 4 എണ്ണമാണ് പ്രധാനപ്പെട്ട മലനിരകൾ. അപ്പൊ നമുക്ക് ഹിമാദ്രിയെ കുറിച്ച് ഒന്നുകൂടി പറഞ്ഞു പോകാം. ഹിമാദ്രി ഈ ഭാഗത്ത് പ്രധാനമായും 3ആയിട്ട് തിരിക്കുന്നു. ഹിമാലയാസ്, ട്രാൻസ് ഹിമാലയാസ്, പൂർവാഞ്ചൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിൽസ്. ആ ഹിമാലയത്തിൽ തന്നെ വീണ്ടും തിരിക്കുന്നു ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്. അതിൽ ഹിമാദ്രിയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നോർത്തേൺ മോസ്റ്റ് റേഞ്ച് ഓഫ് ഹിമാലയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർത്തേൺ മോസ്റ്റ് റേഞ്ച് ഓഫ് ഹിമാലയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഹിമാദ്രിയാണ്. ബാക്ക് ബോൺ ഓഫ് ഹിമാലയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഹിമാദ്രിയാണ്. ബാക്ക് ബോൺ ഓഫ് ഹിമാലയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഹിമാലയാണ്. ഹൈയസ്റ്റ് പീക്ക് ഇൻ ഹിമാലയ. ഹിമാലയത്തിലെ ഹൈയസ്റ്റ് പീക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മൗണ്ട് എവറസ്റ്റ് ആണ്. ലൊക്കേറ്റഡ് ഇൻ നേപ്പാളിലാണ്. ഓക്കെ, അടുത്തത് ഹൈയസ്റ്റ് മൗണ്ടൻ എൻറ്റയർലി ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ കാഞ്ചൻജംഗയാണ്. ഹൈയസ്റ്റ് മൗണ്ടൻ എൻറ്റയർലി ലൊക്കേറ്റഡ് ഇൻ ഇന്ത്യ കാഞ്ചൻജംഗയാണ്. മൗണ്ടൻ റേഞ്ച് മീൻസ്, അത് ഡൗട്ട് ഉള്ള കാര്യമാണ്, അത് നോക്കിയിട്ട് പറയാം. മേജർ മൗണ്ടൻ റേഞ്ച് ഓഫ് ഹിമാദ്രി. ഹിമാദ്രിയിലെ
പ്രധാനപ്പെട്ട മലനിരകൾ ഏതൊക്കെയാണ്? ഹിമാദ്രിയിലെ പ്രധാനപ്പെട്ട മലനിരകൾ ഏതൊക്കെയാണ്? മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, അന്നപൂർണ, നന്ദാദേവി. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട ഹിമാദ്രിയിലെ ഫാക്ട്സ്. അടുത്ത നമുക്ക് ഹിമാചലിലേക്ക് കിടക്കാം. ഹിമാദ്രി, ഹിമാചൽ, ഷിമാലിക്, ഔട്ടർ ഹിമാലയ, ലെസർ ഹിമാലയ, ഗ്രേറ്റർ ഹിമാലയ, ലെസർ ഹിമാലയ, ഔട്ടർ ഹിമാലയ. ഗ്രേറ്റർ ഹിമാലയാണ് ഹിമാദ്രി, ലെസർ ഹിമാലയാണ് ഹിമാചൽ. അടുത്തത് ഹിമാചലിലേക്ക് കിടക്കാം. ലൈസ് ബിറ്റ്വീൻ ഹിമാദ്രി ആൻഡ് ശിവാലിക്, അതെല്ലാവർക്കും അറിയാമല്ലോ. അതായത് ഹിമാദ്രിക്കും ശിവാലിക്കിനും ഇടക്കാണ് ഏത് കിടക്കുന്നത്? ഹിമാചൽ കിടക്കുന്നത്. ഹിമാദ്രിക്കും ശിവാലിക്കിനും ഇടയ്ക്കാണ് ഹിമാചൽ കിടക്കുന്നത്. ഹിമാദ്രിക്കും ശിവാലിക്കിനും ഇടയ്ക്കാണ് ഏത് കിടക്കുന്നത്? ഹിമാചല് കിടക്കുന്നത്. മേജർ വാലീസ് ഓഫ് ഹിമാചൽ, ഹിമാചലിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട താഴ്വരകൾ ഏതൊക്കെയാണ്? ഉത്തരം കാശ്മീർ വാലി, കാൻഗ്ര വാലി, കുളു വാലി. അതായത് ഈ മേഖല, ഈ ഹിമാചൽ പ്രദേശിന്റെ ഈ മേഖല, ജമ്മു ആൻഡ് കാശ്മീരിന്റെ മേഖലയ്ക്ക് ഉൾപ്പെടുന്ന ഈ മേഖലയാണ് ഏത് പറയുന്നത്? ഈ ഹിമാചലിൽ ഉൾപ്പെട്ടിട്ടുള്ള താഴ്വരകൾ. കാശ്മീർ വാലി, കാൻഗ്ര വാലി ആൻഡ് കുളു വാലി. കാശ്മീർ വാലി, കാൻഗ്ര വാലി ആൻഡ് കുളു വാലി. അടുത്തത് ദ വാലി വിച്ച് ഈസ് നോൺ ആസ് ദ ഹെവൻ ഓഫ് ട്രാവലേഴ്സ്. ട്രാവലേഴ്സിന്റെ, സഞ്ചാരികളുടെ സ്വർഗം എന്നറിയപ്പെടുന്ന വാലി ഏതാണ്? അതായത് ഹിമാചൽ, നമ്മളിപ്പോ ഹിമാദ്രി കഴിഞ്ഞു കുറച്ച് താഴേക്ക് വന്നു, ഹിമാചലിലേക്ക് വന്നു. ഹിമാദ്രി കഴിഞ്ഞു കുറച്ച് താഴായിട്ടുള്ള ഹിമാചലിലേക്ക് വന്നു. ആ മേഖലയിൽ ഉൾപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വാലിയെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ഹിമാചലിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട വാലിയായ കാശ്മീർ വാലിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സഞ്ചാരികളുടെ സ്വർഗം എന്നറിയപ്പെടുന്ന വാലിയാണ് കാശ്മീർ വാലി. സഞ്ചാരികളുടെ സ്വർഗം എന്നറിയപ്പെടുന്ന വാലിയാണ് കാശ്മീർ വാലി. അടുത്തത് വാലി നോൺ ആസ് ദ വാലി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ താഴ്വര എന്നറിയപ്പെടുന്ന താഴ്വര ഏതാണ്? ഉത്തരം കുളുവാണ്. ദൈവത്തിന്റെ താഴ്വര എന്നറിയപ്പെടുന്ന താഴ്വര ഏതാണ്? കുളുവാണ്. ദ വാലി നോൺ ആസ് ദ വാലി ഓഫ് ഗോഡ്, കുളു. The valley known as the Valley of Gold, Kulu. Okay, famous hill stations of Himachal are. ഹിമാചലിലെ പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻസ് ഏതൊക്കെയാണ്? ഉത്തരം ഷിംല, മുസൂരി, നൈനിറ്റാൽ, റാണിഖേട്ട്. ഓക്കെ, ഫേമസ് ഹിൽ സ്റ്റേഷൻസ് ഓഫ് ഹിമാചൽ. ഹിമാചലിലെ പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻസ് ഏതൊക്കെയാണ്? ഹിമാചൽ മേഖലയിലെ പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻസ് ഏതൊക്കെയാണ്? ഷിംല, മുസൂരി, നൈനിറ്റാൽ, റാണിഖേട്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഹിമാചൽ മേഖലയിലെ പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻസ്. ഹിമാചൽ മേഖലയിലെ പ്രധാനപ്പെട്ട ഹിൽ സ്റ്റേഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. 1 ഷിംല, 2 മുസൂരി, 4 നൈനിറ്റാല്, 3 നൈനിറ്റാല്, 4 റാണിഖേട്ട്. ഓക്കെ, അടുത്തത് ഈ മുസൂരിയെ വേറൊരു വിശേഷണം കൂടിയുണ്ട്. ഹിൽ സ്റ്റേഷനുകളുടെ രാജ്ഞി, ദ ക്യൂൻ ഓഫ് ഹിൽ സ്റ്റേഷൻസ് എന്നറിയപ്പെടുന്നത് ഏതാണ്? മുസൂരിയാണ്. ദ ക്യൂൻ ഓഫ് ഹിൽ സ്റ്റേഷൻസ്, ഹിൽ സ്റ്റേഷനുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നതാണ് മുസൂരി. ക്യൂൻ ഓഫ് ഹിൽ സ്റ്റേഷൻസ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് മുസൂരി. ക്യൂൻ ഓഫ് ഹിൽ സ്റ്റേഷൻസ് മുസൂരി. അടുത്തത് അപ്പോ ദ പ്രിൻസ് ഓഫ് ഹിൽ സ്റ്റേഷൻസ് ഏതാണ്? കൊടൈക്കനാലാണ്. തമിഴ്നാട്ടിലെ കൊടൈക്കനാലാണ് ദ പ്രിൻസ് ഓഫ് ഹിൽ സ്റ്റേഷൻസ്. നമ്മൾ പറഞ്ഞത് ഏതാണ്? ക്യൂൻ ഓഫ് ഹിൽ സ്റ്റേഷൻ. ക്യൂൻ ഓഫ് ഹിൽ സ്റ്റേഷൻ ഏതാണ്? ക്യൂൻ ഓഫ് ഹിൽ സ്റ്റേഷൻ മുസൂരിയാണ്. ക്യൂൻ ഓഫ് ഹിൽ സ്റ്റേഷൻ മുസൂരി. ദ പ്രിൻസ് ഓഫ് ഹിൽ സ്റ്റേഷൻ ഏതാണ്? കൊടൈക്കനാലാണ്. പ്രിൻസ് ഓഫ് ഹിൽ സ്റ്റേഷൻ കൊടൈക്കനാൽ. ഓക്കെ, ക്യൂൻ ഓഫ് ഹിൽ സ്റ്റേഷൻ ഏതാണ്? ക്യൂൻ ഓഫ് ഹിൽ സ്റ്റേഷൻ മുസൂരി, പ്രിൻസ് ഓഫ് ഹിൽ സ്റ്റേഷൻ കൊടൈക്കനാൽ.
ഇനി നമുക്ക് ഷിമാലിക് റീജിയനിലേക്ക് വരാം. നമ്മൾ പറഞ്ഞത് ഏതാണ്? ഹിമാദ്രി കഴിഞ്ഞു, ഹിമാചലിന് കഴിഞ്ഞു. ഇനി നമുക്ക് ഷിമാലിക് റീജിയനിലേക്ക് വരാം. ഹിമാദ്രി, ഹിമാചൽ, ഷിവാലിക്. ഹിമാലയത്തിലെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നതാണ്. ഇപ്പൊ ട്രാൻസ് ഹിമാലയ ഇപ്പറേ ഉണ്ട്. ഹിമാലയ ഇവിടെ ഉണ്ട്, ട്രാൻസ് ഹിമാലയ ഉണ്ട്, പൂർവാഞ്ചൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിൽസ് ഇവിടെ ഉണ്ട്. ഈ ഹിമാലയത്തെ തന്നെ തിരിക്കുന്നു. ഹിമാദ്രി, ഹിമാചൽ, ഷിമാലിക്. ഇപ്പൊ ഹിമാദ്രി നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഹിമാചൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് ഔട്ടർ ഹിമാലയ ആയിട്ടുള്ള ഷിവാലിക് ആണ്. ഓക്കെ, ഷിവാലിക് ഗ്രേറ്റർ ഹിമാലയ പഠിച്ചു കഴിഞ്ഞു, പിന്നെ ലെസർ ഹിമാലയ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഔട്ടർ ഹിമാലയ ആയിട്ടുള്ള ഷിവാലിക്കിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒറ്റ പോയിന്റ് പഠിച്ചാൽ മതി. ദ പാർട്ട് ഓഫ് ഹിമാലയ വിച്ച് ഈസ് സിറ്റുവേറ്റഡ് പാരലൽ ടു ഗംഗാ പ്ലെയിൻ. അതായത് ഈ ഗംഗാ പ്ലെയിൻ ഉണ്ടല്ലോ, ഈ ഗംഗാ പ്ലെയിന് പാരലൽ ആയിട്ട് സ്ഥിതി ചെയ്യുന്ന ഏതാണ്? പാർട്ട് ഓഫ് ഹിമാലയ. ഹിമാലയത്തിന്റെ ഭാഗം ഏതാണ്? ഗംഗാ പ്ലെയിന് ഗംഗാ സമതലത്തിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന, ഗംഗാ സമതലത്തിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിന്റെ ഭാഗം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഏതാണ്? ഷിവാലിക് ആണ്. ഗംഗാ സമതലത്തിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന, ഗംഗാ സമതലത്തിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന ഹിമാലയത്തിന്റെ ഭാഗം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഷിവാലിക് ആണ്. ദ പാർട്ട് ഓഫ് ഹിമാലയ വിച്ച് ഈസ് സിറ്റുവേറ്റഡ് പാരലൽ ടു ഗംഗാ പ്ലെയിൻ. ദ പാർട്ട് ഓഫ് ഹിമാലയ വിച്ച് ഈസ് സിറ്റുവേറ്റഡ് പാരലൽ ടു ഗംഗാ പ്ലെയിൻ. ദ പാർട്ട് ഓഫ് ഹിമാലയ വിച്ച് ഈസ് സിറ്റുവേറ്റഡ് പാരലൽ ടു ഗംഗാ പ്ലെയിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഷിവാലിക് ആണ്. അപ്പൊ നമ്മൾ ഹിമാലയാസ് കഴിഞ്ഞു. ഇനി അടുത്ത് ഹിമാലയസിലെ 3 വിഭാഗങ്ങളെ കുറിച്ച് പഠിച്ചു. ഹിമാദ്രി, ഹിമാചൽ, ഷിവാലിക്കിനെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് ട്രാൻസ് ഹിമാലയെ കുറിച്ച് പഠിക്കാം. ട്രാൻസ് ഹിമാലയ. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ്, the mountain ranges lies to the north and northeast of Jammu and Kashmir. ജമ്മു ആൻഡ് കാശ്മീർ നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റിൽ കിടക്കുന്ന ഹിമാലയൻ റേഞ്ച് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ട്രാൻസ് ഹിമാലയാണ്. ജമ്മു ആൻഡ് കാശ്മീരിന് നോർത്തിലേക്കും അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീരിന് നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്കും കിടക്കുന്ന പ്രധാനപ്പെട്ട ഏതാണ് മൗണ്ടൻ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഏതാണ്? ട്രാൻസ് ഹിമാലയാണ്. ഓക്കെ, മേജർ മൗണ്ടൻ റേഞ്ചസ് ഇൻ ട്രാൻസ് ഹിമാലയൻ റീജിയൻ. ട്രാൻസ് ഹിമാലയൻ റീജിയനിലെ പ്രധാനപ്പെട്ട മലനിരകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഈ 3 ട്രാൻസ് ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട മലനിരകള്. ട്രാൻസ് ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട മലനിരകളാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഓക്കെ, ട്രാൻസ് ഹിമാലയൻ റീജിയത്തിലെ പ്രധാനപ്പെട്ട മലനിരകളാണ് ഏതൊക്കെ? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഓക്കെ, ദ നോർത്തേൺ മോസ്റ്റ് റേഞ്ച് ഓഫ് ട്രാൻസ് ഹിമാലയൻ റേഞ്ചസ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ദ ഗ്രേറ്റ് കാരക്കോറം റേഞ്ച് ആണ്. ദ ഗ്രേറ്റ് കാരക്കോറം റേഞ്ച് ആണ് ദ നോർത്തേൺ മോസ്റ്റ് റേഞ്ച് ഓഫ് ദ ട്രാൻസ് ഹിമാലയൻ റേഞ്ചസ് ഇൻ ഇന്ത്യ. നോർത്തേൺ മോസ്റ്റ് റേഞ്ച് ഓഫ് ദ ട്രാൻസ് ഹിമാലയൻ റേഞ്ചസ് ഇൻ ഇന്ത്യ. നോർത്തേൺ മോസ്റ്റ് റേഞ്ച് ഓഫ് ട്രാൻസ് ഹിമാലയൻ. ട്രാൻസ് ഹിമാലയൻ ഭാഗത്തെ ഏറ്റവും നോർത്തിൽ കിടക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ദ ഗ്രേറ്റ് കാരക്കോറം റേഞ്ച് ആണ്. ട്രാൻസ് ഹിമാലയത്തിലെ തന്നെ ഏറ്റവും നോർത്തേൺ മോസ്റ്റ് റേഞ്ച്. ട്രാൻസ് ഹിമാലയത്തിലെ തന്നെ ഏറ്റവും നോർത്തേൺ മോസ്റ്റ് റേഞ്ച് ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഗ്രേറ്റ് കാരക്കോറം റേഞ്ച് ആണ്. ട്രാൻസ് ഹിമാലയത്തിലെ തന്നെ ഏറ്റവും നോർത്തിൽ കിടക്കുന്ന മേഖലയാണ് ദ കാരക്കോറം റേഞ്ച്. അടുത്തത് ദ ഹൈയസ്റ്റ് പ്ലേറ്റ്യൂ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ഹൈയസ്റ്റ് പ്ലേറ്റ്യൂ. ഇന്ത്യയിലെ ഏറ്റവും ഹൈയസ്റ്റ് പ്ലേറ്റ്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ലഡാക്ക് പ്ലേറ്റ്യൂ ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഹൈയസ്റ്റ് പ്ലേറ്റ്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ലഡാക്ക് പ്ലേറ്റ്യൂ ആണ്.
ഈ ലഡാക്ക് പ്ലേറ്റും ഒക്കെ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗത്ത് കീഴിൽ വരുന്ന അല്ലെങ്കിൽ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്ലേറ്റു ആണ് ലഡാക്ക് പ്ലേറ്റു. അടുത്തത് റീജിയൻ നോൺ ആസ് ലാൻഡ് ഓഫ് പാസസ്, ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന നാട്. ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം എന്ന് ചോദിച്ചാൽ ഉത്തരം ലഡാക്ക് ആണ്. ഓക്കെ, റീജിയൻ നോൺ ആസ് ലാൻഡ് ഓഫ് പാസസ്, ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം ലഡാക്ക് ആണ്. അടുത്തത് ദ വേൾഡ്സ് സെക്കൻഡ് ഹൈയസ്റ്റ് മൗണ്ടൻ. വേൾഡ്സ് സെക്കൻഡ് ഹൈയസ്റ്റ് മൗണ്ടൻ ഏതാണ്? ഗോഡ്വിൻ ഓസ്റ്റിൻ അല്ലെങ്കിൽ മൗണ്ട് K2 ആണ്. വേൾഡ്സ് ഹൈയസ്റ്റ് മൗണ്ടൻ എവറസ്റ്റ് ആണ്. വേൾഡ് സെക്കൻഡ് ഹൈയസ്റ്റ് മൗണ്ടൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. ഈ മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ട്രാൻസ് ഹിമാലയൻ റീജിയനിലാണ്. ഓക്കെ, അടുത്തത് ദി ഇന്ത്യൻ സ്റ്റേറ്റ് ദാറ്റ് ഫോംസ് എ പാർട്ട് ഓഫ് ട്രാൻസ് ഹിമാലയൻ റേഞ്ച്. ട്രാൻസ് ഹിമാലയൻ റേഞ്ച് വരുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഏതാണ്? ജമ്മു ആൻഡ് കാശ്മീർ ആണ്. ട്രാൻസ് ഹിമാലയൻ റേഞ്ചിൽ വരുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ജമ്മു ആൻഡ് കാശ്മീർ ആണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി പറഞ്ഞു പോകാം. ഈ വരയ്ക്ക് വടക്കോട്ടുള്ള ഈ മേഖലയെ നമുക്ക് എന്തായിട്ട് മൂന്നായിട്ട് തിരിക്കാം. ഹിമാലയം, ട്രാൻസ് ഹിമാലയം, പിന്നെ എന്താണ് പൂർവാഞ്ചൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിൽസ് എന്ന് തിരിക്കാം. ഈ ഹിമാലയത്തെ തന്നെ അതിന്റെ പൊസിഷൻ അനുസരിച്ച് മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. എന്താണ്? ഒന്ന് ഗ്രേറ്റർ ഹിമാലയ അല്ലെങ്കിൽ ഹിമാദ്രി, രണ്ടാമത് ലെസർ ഹിമാലയ അല്ലെങ്കിൽ ഹിമാചൽ, മൂന്നാമത്തത് ഔട്ടർ ഹിമാലയ അല്ലെങ്കിൽ ശിവാലിക്. ഇതാണ് മൂന്നായിട്ട് ഹിമാലയത്തെ തിരിക്കുന്നത്. അടുത്ത ഈ ഭാഗത്തെ ഒരു മേഖലയാണ് ട്രാൻസ് ഹിമാലയ എന്നറിയപ്പെടുന്നത്. ട്രാൻസ് ഹിമാലയ ഓക്കെ, അത് ജമ്മു ആൻഡ് കാശ്മീരിന്റെ നോർത്ത് മേഖലയിലും കിടക്കുന്ന ഒരു മേഖലയാണ് ട്രാൻസ് ഹിമാലയ എന്നറിയപ്പെടുന്നത്. മേജർ മൗണ്ടൻ റീജിയൻസ് ഇൻ ട്രാൻസ് ഹിമാലയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരക്കോറം, ലഡാക്ക്, സസ്കർ ആണ്. ഓക്കെ, നോർത്തേൺ മോസ്റ്റ് റേഞ്ച് ഓഫ് ട്രാൻസ് ഹിമാലയ. ട്രാൻസ് ഹിമാലയയിൽ കിടക്കുന്ന നോർത്തേൺ മോസ്റ്റ് റേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ഗ്രേറ്റ് കാരക്കോറം റേഞ്ച് ആണ്. ഹൈയസ്റ്റ് പ്ലേറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ഹൈയസ്റ്റ് പ്ലേറ്റ് എന്ന് ചോദിച്ചാൽ ഉത്തരം ലഡാക്ക് ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഹൈയസ്റ്റ് പ്ലേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ലഡാക്ക് ആണ്. റീജിയൻ നോൺ ആസ് ലാൻഡ് ഓഫ് പാസസ്, ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്ക് ആണ്. ചുരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ലഡാക്ക് ആണ്. വേൾഡ് ഇതൊക്കെ ഏത് ഭാഗത്താണ്? ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗത്ത് വരുന്ന മേഖലകളാണ്. ഈ മേഖലകളൊക്കെ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗത്ത് വരുന്നതാണ്. വേൾഡ്സ് സെക്കൻഡ് ഹൈയസ്റ്റ് മൗണ്ടൻ മൗണ്ട് K2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നതും ട്രാൻസ് ഹിമാലയൻ മേഖലയിലാണ്. ട്രാൻസ് ഹിമാലയൻ മേഖല സ്ഥിതി ചെയ്യുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലെ സ്റ്റേറ്റിന്റെ ഭാഗത്താണ്. ഇനി നമുക്ക് ഹിമാചല് കഴിഞ്ഞു, ഹിമാലയം കഴിഞ്ഞു, ട്രാൻസ് ഹിമാലയം കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പൂർവാഞ്ചൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിൽസിനെ കുറിച്ചാണ്. ഈ ഈസ്റ്റേൺ ഹിൽസിന് പല പേരുണ്ട്. മിസോറാം ഹിൽസ് എന്ന് പേരുണ്ട്, ത്രിപുര ഹിൽസ് എന്ന് പേരുണ്ട്, ഖാസി ഹിൽസ് എന്ന് പേരുണ്ട്, നാഗ ഹിൽസ് എന്ന് പേരുണ്ട്. കുറെ അധികം പേരുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുന്നത് ഈ പൂർവാഞ്ചൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിൽസ് ആണ്. പൂർവാഞ്ചൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിൽസിന് ധാരാളം പേരുണ്ട്. നാഗ ഹിൽസ്, ഖാസി ഹിൽസ്, മണിപ്പൂർ ഹിൽസ്, ത്രിപുര ഹിൽസ് എന്നെല്ലാം പേരുണ്ട്. ഓക്കെ, അതാണ് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം ഈസ്റ്റ്വേർഡ് എക്സ്റ്റൻഷൻ ഓഫ് ഹിമാലയ ലൊക്കേറ്റഡ് ഇൻ മ്യാൻമാർ. ഈ ഹിമാലയ മ്യാൻമാറിലേക്ക് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. ആ എക്സ്റ്റൻഷന് പറയുന്ന പേരെന്താണെന്നാണ് ചോദ്യം. ഉത്തരം അരക്കൻ യാമ എന്നാണ്. അരക്കൻ യാമ. ഓക്കെ, അരക്കൻ യാമ. ഈ ഭാഗമൊക്കെ ഹിമാലയത്തിൽ പെടുന്നതാണെന്ന് പറഞ്ഞല്ലോ. ഈ ഹിമാലയത്തിന്റെ ഈ ഭാഗത്തിന് മ്യാൻമാറിലേക്ക് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. ആ എക്സ്റ്റൻഷനാണ് അരക്കൻ യാമ എന്നറിയപ്പെടുന്നത്. ഈ മേഖലയില് മ്യാൻമാറിലേക്ക് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. ആ എക്സ്റ്റൻഷനാണ് അരക്കൻ യാമ എന്നറിയപ്പെടുന്നത്.
ഓക്കെ, ഇനി ഈ മേഖലയിൽ ഉൾപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ മേഖലയിൽ ഉൾപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. ഒന്നാമത്തത് മൗസിൻറാം എന്ന സ്ഥലമാണ്. നിങ്ങൾക്ക് അറിയാതിരിക്കാം, മേഘാലയ സ്റ്റേറ്റിൽ ഉൾപ്പെട്ട ഒരു സ്ഥലമാണ് മൗസിൻറാം. റീജിയൻ റിസീവ്സ് ദ ഹൈയസ്റ്റ് റെയിൻഫാൾ ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് മൗസിൻറാം. അത് മേഘാലയ സ്റ്റേറ്റിലാണ്. അത് ഏതിന്റെ ഭാഗത്താണ്? ഈസ്റ്റേൺ ഹിൽസിന്റെ ഭാഗമാണ്. ഈസ്റ്റേൺ ഹില്ലിന്റെ ഭാഗമാണ് ഏത്? മൗസിൻറാം. മൗസിൻറാം സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റേൺ ഹിൽസ് ആണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് മൗസിൻറാം ഖാസി ഹിൽസില്, ഈസ്റ്റേൺ ഹിൽസിലെ ഖാസി ഹിൽസിലാണ് മൗസിൻറാം സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് ഈ മേഖലയിലല്ല കുറച്ചൊരു ബേസിക് ഫാക്ട്സ് കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഒന്നാമത്തത് വെറ്റസ്റ്റ് പ്ലേസ് ഓൺ എർത്ത്. എർത്തിലെ വെറ്റസ്റ്റ് പ്ലേസ് എന്ന് വെച്ചാൽ അതൊന്നുമല്ല, നമ്മുടെ ഈസ്റ്റേൺ ഹിൽസിൽ ഉൾപ്പെട്ടിട്ടുള്ള മൗസിൻറാം ആണ്. വെറ്റസ്റ്റ് പ്ലേസ് ഓൺ എർത്ത്. വെറ്റസ്റ്റ് പ്ലേസ് ഓൺ എർത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ്റ്റേൺ ഹിൽസിൽ ഉൾപ്പെട്ടിട്ടുള്ള മൗസിൻറാം ആണ്. സെക്കൻഡ് വെറ്റസ്റ്റ് പ്ലേസ് ഓൺ എർത്ത് ചിറാപുഞ്ചിയാണ്. വെറ്റസ്റ്റ് പ്ലേസ് ഓൺ എർത്ത് മൗസിൻറാം ആണ്, മേഘാലയ. സെക്കൻഡ് വെറ്റസ്റ്റ് പ്ലേസ് ഓൺ എർത്ത് ചിറാപുഞ്ചിയാണ്. ചിറാപുഞ്ചി ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് വെച്ചാൽ ഏതാണ്? ആഗുംബയാണ്. ചിറാപുഞ്ചി ഓഫ് സൗത്ത് ഇന്ത്യ ആഗുംബയാണ്. ചിറാപുഞ്ചി ഓഫ് സൗത്ത് ഇന്ത്യ ആഗുംബെ. ചിറാപുഞ്ചി ഓഫ് കേരള ഏതാണ്? വയനാട് ജില്ലയിലെ ലക്കിടിയാണ്. ചിറാപുഞ്ചി ഓഫ് കേരള വയനാട് ജില്ലയിലെ ലക്കിടിയാണ്. വെറ്റസ്റ്റ് പ്ലേസ് ഓൺ എർത്ത് മൗസിൻറാം. വെറ്റസ്റ്റ് പ്ലേസ് ഓൺ എർത്ത് മൗസിൻറാം. സെക്കൻഡ് വെറ്റസ്റ്റ് പ്ലേസ് ഓൺ എർത്ത് ചിറാപുഞ്ചി. ചിറാപുഞ്ചി ഓഫ് സൗത്ത് ഇന്ത്യ ആഗുംബെ. ചിറാപുഞ്ചി ഓഫ് കേരള ലക്കിടി എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകേണ്ടിയിരിക്കണം, അല്ലെങ്കിൽ അത് ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ വരച്ച ഈ മേഖലയുടെ മുകളിലേക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ മേഖലയെ തന്നെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്: ഹിമാലയം, ട്രാൻസ് ഹിമാലയം, ഈസ്റ്റേൺ ഹിൽസ് അല്ലെങ്കിൽ പൂർവാഞ്ചൽ എന്ന് പറയുന്നു. ഈ മേഖലത്തിന്റെ ഈ മേഖലയെ തന്നെ മൂന്നായിട്ട് തിരിക്കുന്നു. എന്താണ്? ഹിമാദ്രി, ഹിമാചൽ. ഹിമാദ്രി ബാക്ക് ബോൺ എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഗ്രേറ്റർ ഹിമാലയ എന്നറിയപ്പെടുന്നു. നോർത്തേൺ മേഖലയാണ്, ആ മേഖലയാണ് ഹിമാദ്രി എന്ന് പറയുന്നത്. ലെസർ മേഖലയാണ് ഹിമാചൽ എന്ന് പറയുന്നത്. ഔട്ടർ മേഖലയാണ് ശിവാലിക് എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ട്രാൻസ് ഹിമാലയ എന്നറിയപ്പെടുന്നത് ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റേറ്റില്, ആ സ്റ്റേറ്റിന്റെ ഭാഗത്ത് ഉൾപ്പെടുന്ന മേഖലയാണ് ട്രാൻസ് ഹിമാലയ. ട്രാൻസ് ഹിമാലയ പ്രധാനപ്പെട്ട മൗണ്ടൻ റേഞ്ചസ് ആണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. പിന്നെ വരുന്നത് പൂർവാഞ്ചലാണ്. നാഗാ ഹിൽസ്, മിസോറാം ഹിൽസ്, ത്രിപുര ഹിൽസ് എന്നൊക്കെ അറിയപ്പെടുന്നു. അതിന്റെ മ്യാൻമാറിലേക്കുള്ള എക്സ്റ്റൻഷനെ അരക്കൻ യാമ എന്നറിയപ്പെടുന്നു. പിന്നെ മൗസിൻറാം ആണ് വെറ്റസ്റ്റ് പ്ലേസ് ഓൺ എർത്ത്. പിന്നെ സെക്കൻഡ് വെറ്റസ്റ്റ് ചിറാപുഞ്ചി. സൗത്ത് ഇന്ത്യയിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ആഗുംബെ. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ലക്കിടി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇനി പഠിച്ചത്. ഇനി നമ്മൾ അടുത്തത് നോർത്ത് ഇന്ത്യൻ പ്ലെയിനെ കുറിച്ചാണ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ആണ്. കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടുള്ള ഏരിയ ആണെന്ന് അറിയാം, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നോട്ട് കൃത്യമായിട്ട് വായിച്ചു നോക്കി വീണ്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വീണ്ടും പറയുന്നു, മാക്സിമം മോക്ക് ടെക്സ്റ്റുകൾ എഴുതുക, മാക്സിമം സബ്ജക്ട് വൈസ് ടെസ്റ്റ് പേപ്പേഴ്സ് എഴുതുക, കൃത്യമായി വീഡിയോസ് കാണുക, ലൈവ് ക്ലാസ് ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക, കറണ്ട് അഫയേഴ്സ് പഠിച്ചു തുടങ്ങുക, നല്ല രീതിയിൽ പഠിക്കുക, ചിട്ടയോടെ പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.